السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على من أرسله الله رحمة للعالمين وعلى آله وأصحابه الفائزين أما بعد. സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് മാസം 28-ാം തീയതി വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെക്കുറിച്ചാണ് UAE ജുമുഅ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ടും ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവരാവുക. അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. എങ്കിൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ 2 വിഹിതം നിങ്ങൾക്കു നൽകുകയും നിങ്ങൾക്കു മുന്നോട്ടു സഞ്ചരിക്കാൻ ആവശ്യമായ വെളിച്ചം അവൻ ഒരുക്കിത്തരികയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. സത്യവിശ്വാസികളെ, വിശുദ്ധ റബീഉൽ അവ്വലിന്റെ അനുഗ്രഹപൂർണമായ ഒരു രാവിൽ അതിമഹത്തരമായ ഒരു ജന്മത്തിലൂടെ ലോകം പ്രഭാപൂരിതമായി. ലോകത്തിലെ ഏറ്റവും പവിത്രരും ഒരുപാട് പ്രവാചകന്മാരുടെ സന്തോഷവാർത്തയും ലോക ജനതയുടെ ഒന്നടങ്കം കാത്തിരിപ്പിന് വിരാമവുമായിരുന്നു ആ പ്രവാചകരുടെ ജനനം. പ്രവാചക പരമ്പരയിൽ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ ഉത്തരമായിരുന്നു വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് റബ്ബന വബ്അത്ത് ഫീഹിം റസൂലൻ മിൻഹും എന്നാണ്. ഞങ്ങളുടെ രക്ഷിതാവേ, ആ ജനതയിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ. പുണ്യനബി മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചക പരമ്പരയിലെ തന്റെ സഹോദരൻ ഈസ ഇബ്നു മറിയം അലൈഹിമസ്സലാത്തു വസ്സലാമിന്റെ സന്തോഷവാർത്തയാണ്. അല്ലാഹു ഈസാ നബി പറയുന്നതായി ഖുർആനിൽ ഉദ്ധരിക്കുന്നത് വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്നാണ്. അതായത്, ഞാൻ ആഗതനായിരിക്കുന്നത് എന്റെ ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്നു പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്ക് സന്തോഷവാർത്ത നൽകാൻ കൂടിയാണ്. ഇപ്പോഴിതാ വീണ്ടും ഒരു പ്രവാചക ജന്മദിനത്തിന്റെ സുഗന്ധപൂരിതമായ സ്മരണകൾ നമ്മെ തഴുകിയെത്തുകയാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം നാം തുറന്നു നോക്കുമ്പോൾ നമ്മിലേക്ക് സുഗന്ധമടിച്ചു വീശുകയാണ്. പ്രവാചകരുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചു നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ പ്രവാചകരോട് സ്നേഹബഹുമാനങ്ങളാൽ നിറഞ്ഞു പോവുകയാണ്. അനാഥനായാണ് പുണ്യനബി ജനിച്ചത്. ഉമ്മയാണ് പരിപാലിച്ചത്. വല്യുപ്പയാണ് സംരക്ഷിക്കുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് വിളിക്കുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് അറബികൾക്കു പരിചിതമല്ലാത്ത ആ പേര് വെച്ചതെന്ന് വല്യുപ്പ തന്നെ വിശദീകരിച്ചു. അറത്തു അൻ യഹ്മദഹുല്ലാഹു തആല ഫിസ്സമാ വഖൽഖുഹു ഫിൽ അർള്. ആകാശത്തു നിന്ന് അല്ലാഹുവും ഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ സൃഷ്ടികളും ആ കുഞ്ഞിനെ പ്രശംസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ആ മറുപടി. ആ സ്വപ്നം വാസ്തവമായി മാറി. ലോക ചരിത്രത്തിൽ ഒരിടത്തും പുണ്യപ്രവാചകരുടെ ചര്യയോളം ഒരാളും പ്രശംസിക്കപ്പെട്ടില്ല. ആർക്കും ഉന്നതിയുണ്ടായില്ല, നല്ല സ്മരണയുണ്ടായില്ല. ആരുമായും ഹൃദയം പ്രവാചകനോളം ബന്ധം കാത്തുസൂക്ഷിച്ചില്ല. പ്രവാചകരുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞത് എത്ര വാസ്തവമാണ്. വറഫഅനാ ലക ദിക്റക്. പ്രവാചകരെ, അങ്ങയുടെ കീർത്തി നാം വാനോളം ഉയർത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദൂതന് പ്രശസ്തി നൽകുകയും ആ ദൂതനെ തന്റെ ഗ്രന്ഥത്തിൽ പ്രകീർത്തിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധമായ വ്യക്തിത്വവും കരുണാർദ്രമായ ഹൃദയവും
സത്യസന്ധമായ നാവും ഏറ്റവും ശക്തമായ ബുദ്ധിയും മാന്യമായ സ്വഭാവവും അങ്ങേയറ്റം ധർമ്മിഷ്ഠനും ഏറ്റവും കൂടുതൽ വാക്കുകളോട് പ്രതിബദ്ധത കാണിക്കുന്നവരും രഹസ്യവും പരസ്യവും ഒരുപോലെ പരിശുദ്ധമായവരും ഏറ്റവും നന്നായി ഇടപഴകുന്നവരും വിട്ടുവീഴ്ചയും കാരുണ്യവും കാണിക്കുന്നവരായിരുന്നു വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു നൽകുന്ന സാക്ഷ്യപത്രം വ ഇന്നക ലഅല ഖുലുഖിൻ അളീം, വിശുദ്ധ പ്രവാചകരെ അങ്ങ് മഹത്തരമായ സ്വഭാവങ്ങളുടെ ഉടമയാണ് എന്നായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മു മഅബദ് എന്ന ഒരു സ്ത്രീ കാണാനിടയായി. തന്റെ ഭർത്താവിനോട് അവർ പ്രവാചകരെ കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: റഅയ്തു റജുലൻ ലാഹിറൽ വലാഅ, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, മുനീറൽ വജ്ഹ്, മുഖം പ്രശോഭിതമാണ്, ഹസനൽ ഖിൽഖ, നല്ല ആകാരമാണ്, അരീവൽ ജബീൻ, പരന്ന നെറ്റിത്തടമാണ്, വാസിഅൽ ഐനൈൻ, വിടർന്ന കണ്ണുകളാണ്, ഹസനൽ ഹാജിബൈൻ, ഏറെ മനോഹരമായ കൺപുരികങ്ങളാണ്, ഇൻ സ്വമത അലാഹുൽ വഖാർ, മിണ്ടാതിരുന്നാൽ ഗാംഭീര്യം ഉയർന്നു നിൽക്കും, വ ഇൻ തകല്ലമ അലാഹുൽ ബഹ, എന്നാൽ സംസാരിക്കുന്നുവെങ്കിൽ ആ വാക്കുകൾക്ക് ഒരു വല്ലാത്ത ഗരിമയുണ്ട്. ദൂരെ നിന്നു കാണുമ്പോൾ അങ്ങേയറ്റം സുന്ദരനാണ്, എന്നാൽ അടുത്തെത്തിയാലോ ആ വ്യക്തിത്വം അതിലേറെ മനോഹരമാണ്. ഹുൽവൽ മന്തിഖ്, സുന്ദരമായ സംസാരമാണ്, വാദിഹൽ കലാം, ഓരോ വാക്കും വ്യക്തമാണ്, കഅന്ന കലിമാതിഹി ലആലി ഉമൻലൂമ തതഹദ്ദർ, ഓരോ വാക്കുകളും രത്നങ്ങൾ കോർത്തുവെച്ച മാലയിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മുത്തുകളാണ്. അതെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ തകല്ലം റുഇയ കന്നൂരി യഖ്റുജു മിൻ ബൈനി സനായ, പ്രവാചകർ സംസാരിച്ചു തുടങ്ങിയാൽ ആ വാക്കുകൾ പുറത്തു വന്നിരുന്നത് ഒരു വെളിച്ചം പോലെയായിരുന്നു. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചാൽ ആ മുഖത്ത് ചന്ദ്രൻ ശോഭിച്ചു നിൽക്കുമായിരുന്നു. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു നിലാവുള്ള ഒരു രാത്രിയിൽ പ്രവാചകനെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ജഅൽതു അൻദുറു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലൽ ഖമർ, ചന്ദ്രന്റെ താഴെ നിൽക്കുന്ന പ്രവാചകരെയും ചന്ദ്രനെയും ഞാൻ മാറി മാറി നോക്കി. ഫഇദാ ഹുവ ഇൻദി അഹ്സനു മിനൽ ഖമർ, അപ്പോൾ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖമാണ് പൂർണ്ണചന്ദ്രനേക്കാൾ സുന്ദരമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ലോകത്തു മുഴുവൻ നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സുഗന്ധം പരന്നു. അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, മാ മസിസ്തു ഹരീറൻ വലാ ദീബാജൻ അൽയന മിൻ കഫിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളോളം മൃദുലമായ ഒരു പട്ടും പരവതാനിയും ഞാൻ എന്റെ കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല. വലാ ശമിംതു റീഹൻ ഖത്തു ഔ അർഫൻ ഖത്തു അത്യബ മിൻ റീഹി ഔ അർഫിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ സുഗന്ധത്തെ മറികടക്കുന്ന മറ്റൊരു സുഗന്ധവും ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടില്ല. പ്രവാചകരെ വിശേഷിപ്പിക്കുന്നവരെല്ലാം പറയുന്നത് ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ല, പ്രവാചകനെ പോലെ ഒരാളെ മുമ്പോ ശേഷമോ എനിക്ക് കാണാനായിട്ടില്ല എന്ന്. ഫസലവാതു റബ്ബി വസലാമുഹു അലൈക യാ റസൂലല്ലാഹ്, പുണ്യപ്രവാചകരെ അല്ലാഹു ഏറ്റവും മഹത്തരമായ സന്ദേശവുമായാണ് സൃഷ്ടികളിലേക്ക് നിയോഗിച്ചത്. ഏറ്റവും മഹത്തരമായവയുടെ സമ്പൂർണ്ണ രൂപവുമായിട്ടാണ് പ്രവാചകരെ അങ്ങു ഞങ്ങളിലേക്ക് വന്നത്. ഓരോ വിശേഷണങ്ങളിലും ഏറ്റവും സുന്ദരമായതാണ് പ്രവാചകരെ അങ്ങു ഞങ്ങൾക്കു സമർപ്പിച്ചത്. അതുകൊണ്ടുതന്നെ പ്രവാചകരെ അങ്ങ് ലോകത്തിനു മുഴുവൻ വഴിവിളക്കൊരുക്കിയ വെളിച്ചമായി. ലോക ജനതയുടെ ഒന്നടങ്കം ആത്മാവുകളെ അങ്ങു സംസ്കരിച്ചു. അങ്ങയിലൂടെ അല്ലാഹു ജനതയെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തി. സത്യവിശ്വാസികളെ, ഈ നബിദിനം നമ്മിലേക്ക് കടന്നുവരുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ
ഒരു പുതുവർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ്. നമ്മുടെ മക്കൾക്കെല്ലാവർക്കും അള്ളാഹുവിൽ നിന്ന് തൗഫീഖും പിന്തുണയും ഉണ്ടാവാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഹിറാ ഗുഹയിൽ വെച്ച് നമ്മുടെ പ്രവാചകർക്കു ലഭിച്ച ആദ്യ ദൈവിക സന്ദേശം ഇഖ്റ, വായിക്കുക എന്നതായിരുന്നു എന്ന് നമ്മുടെ മക്കളെ നാം ഓർമ്മപ്പെടുത്തുകയുമാണ്. അത് അക്ഷരാർത്ഥത്തിൽ അറിവിന്റെയും വായനയുടെയും കൂടി ജന്മദിനമാണ്. അതുകൊണ്ട് അറിവുള്ളവരാവാൻ നാം വായിക്കുക, നാം ഉന്നതി നേടാൻ പഠിച്ചുകൊണ്ടിരിക്കുക. വളർന്നു വളർന്ന് നാം നമ്മയും നമ്മുടെ രാഷ്ട്രത്തെയും നിർമ്മിച്ചെടുക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കയ്യിലെ അമാനത്താണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുക. അവർക്ക് സഹായികളാവുക. അവരോടൊപ്പം ആദ്യ ദിനം സ്കൂളിലേക്ക് സാധിക്കുമെങ്കിൽ പോവുക. അറിവിനോടുള്ള ഇഷ്ടം അവരിൽ നട്ടുപിടിപ്പിക്കുക. അവരുടെ പഠനകാര്യങ്ങൾ നിരീക്ഷിക്കുകയും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുക. ഒരു പക്ഷേ നമ്മുടെ ഒരു പ്രശംസാവാക്ക് അവരുടെ മനസ്സിൽ വിജയത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു വച്ചേക്കാം. പ്രിയപ്പെട്ട അധ്യാപകരെ, അധ്യാപികമാരെ, നിങ്ങളുടെ മുന്നിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. അവർ നിങ്ങളാൽ സ്വാധീനിതരാവും. അവരിലാണ് രാജ്യത്തിന്റെ ഭാവി. അതുകൊണ്ട് സ്നേഹത്തോടെ പഠിപ്പിക്കുക, യുക്തിയോടെ അവരെ വഴി നടത്തുക. നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ മാതൃകയാവുക. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ സന്തോഷ വാർത്ത നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർളീൻ ഹത്തൻ നംലത ഫീ ജുഹ്രിഹാ വഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. അല്ലാഹുവും മലക്കുകളും ആകാശഭൂമികളിലെ മുഴുവൻ ജീവജാലങ്ങളും മാളത്തിലെ ഉറുമ്പും കടലാഴങ്ങളിലെ മത്സ്യങ്ങളും ജനങ്ങളെ നന്മ പഠിപ്പിക്കുന്നവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, സ്വലാത്തു ചൊല്ലുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.